ഇവിടെ നിന്നൊരു ചെവി വെക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എന്തോ പറയുന്നത് അത് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. ഹലോ മച്ചമരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാനും നമ്മുടെ ലിൻസൺ ചാനും കൂടി നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് റെഡ് ഫോർട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. റെഡ് ഫോർട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോക്കകത്തുകൂടി പറയാനും പങ്കുവയ്ക്കാനും വേണ്ടി പോകുന്നത്. അന്നേരം ഞാനും ലിൻസൺ അച്ചായനും ഞങ്ങളിപ്പോൾ റെഡ് ഫോർട്ടൊക്കെ എൻട്രി ചെയ്ത് കുറച്ച് പകുതിയോളം ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടം വരെ എങ്ങനെ എത്തി അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഓക്കെ, നമ്മളിത് അങ്ങനെ റെഡ് ഫോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്. രണ്ടുപേരും അങ്ങനെ റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മളിത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അന്നേരം നമ്മളിനെ ഇതിൻ്റെ അകത്തെ കുറേ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. റെഡ് ഫോർട്ട് കണ്ട സിനിമയിലും ഫോട്ടോയിലും യൂട്യൂബിലൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളൂ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ആൾക്കാരല്ലേ സഞ്ചാരികള്? കൊറോണ ഒന്നും ഒരു സീനും ഇല്ല ഇവിടെ. ചിന്തിക്കുന്നില്ല. അതാ, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഇത് ഫുള്ളാണെങ്കിൽ കൊറോണ സീനുള്ള ഏരിയ ആണ്. എന്നിട്ട് ഇത് ഇത്ര ആൾക്കാർ ഇതുണ്ട്, മാസ്ക് ഇടാതെ തന്നെ എന്തും വേണ്ടി ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. ഇതുണ്ടോ അഭ്യാസ പ്രകടനം. ഇതുണ്ട് അവരെന്തോ സംഭവത്തിന് വേണ്ടി ഷൂട്ട് ചെയ്യുക. വേണ്ട, ഓ അഭ്യാസികൾ എന്തൊക്കെയോ അഭ്യാസ പ്രകടനങ്ങൾ കാട്ടിക്കൂട്ടവരവിടെ. എന്തൊക്കെയോ പരിപാടിയൊക്കെ അവരവിടെ കാണിക്കുന്നത്. തലകുത്തി പറഞ്ഞാൽ തീർന്നെൻ്റെ വ്ളോഗെല്ലാം പോയി. ഇതെന്താണ് സംഭവം? മൃഗങ്ങളെല്ലാം വളർത്തിയതാ? കിടങ്ങാണല്ലേ. ആരും അകത്തേക്ക് കയറരുത് അതിനു വേണ്ടി. മുതലേ ഞാൻ പറയുന്നത് നമ്മുടെ പറയുന്നില്ലേ, മറ്റേ സിനിമയിലൊക്കെ പറയുന്നല്ലേ. അയാളുടെ പേരെന്തുവായിരുന്നു? നമ്മുടെ ജോസ് പ്രകാശ് പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് വെള്ളം നിറക്കിയ കുറെ മുതലക്കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഇടുക. ഫുള്ള് സെക്യൂർഡ് അല്ലേ, പിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കള്ളനോ കൊള്ളക്കാരോ തീവ്രവാദികളോ ആരും ഇതിനകത്തേക്ക് കയറത്തില്ല. എങ്ങനെ കയറാനേ മുതലേ താണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഇങ്ങനാണ്. ഇവിടെ ഒരു ബാർകോഡ് അവർ വെച്ചിട്ടുണ്ട്, ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട്. അന്നേരം സ്കാൻ ചെയ്തിട്ടാണ്. കാരണം കൊറോണ ഒക്കെ അല്ലേ, അന്നേരം കയ്യിൽ നിന്ന് ഒരു പൈസ വാങ്ങുന്ന ഏർപ്പാടൊന്നും ഇല്ല ഇപ്പോൾ. ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇത് തന്നെ പരിപാടി. ഞങ്ങളത് ഓൺലൈൻ വഴിയാണെങ്കിൽ ആ ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നില്ല. അത് ബാങ്ക് ഏതായിരുന്നു? കാനറ ബാങ്കിൻ്റെ ഒരു ആപ്പുണ്ട്. ആ ആപ്പിനകത്തുകൂടി മാത്രമേ നമുക്കത് ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ വേറൊരു പുള്ളിക്കാരാണെങ്കിൽ ഇവിടെ നിൽപ്പുണ്ട്, വേറെ ബയ്യ ഇവിടെ ഉണ്ടായിരുന്നു. ആ ബയ്യയോട് ടിക്കറ്റിന് എത്രയായിരുന്നു ഒരാൾക്ക് വന്നത്? 120 രൂപയാണ് ഒരാൾക്ക് വന്നത്. 2 പേർ കൂടി 240 രൂപയ്ക്ക് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് നമുക്ക് എടുത്ത് തരും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇതാണ് അത് ഗൈഡാണല്ലേ? ഗൈഡായിരുന്നു ബയ്യ. അന്നേരം നമ്മുടെ കൂടെ വരുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അന്നേരം നമുക്ക് ടിക്കറ്റ് വാട്സപ്പിലേക്ക് വരും അല്ലേ? വാട്സപ്പിലേക്ക് PDF ആയിട്ട് അയക്കും. അന്നേരം നമ്മളിത് ഇവിടെ കാണിക്കുക. നമ്മുടെ മൊബൈലിലേക്ക് വരും. നമ്മളെന്നത് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അന്നേരം കാണിക്കുക, എന്നിട്ട് എൻട്രി ആവുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുന്നത് ആ ബയ്യ കേട്ടോ, അതാണ് നമ്മുടെ ഗൈഡ്. അങ്ങനെ കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ടായിരുന്നു, കുറേ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനെന്ത് നമ്മുടെ അച്ഛനും കൂടി അങ്ങനെ റെഡ് ഫോർട്ടിലേക്ക് എൻട്രി ആയിക്കൊണ്ടിരിക്കുക. എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഇത് കണ്ടിട്ട് പുതിയൊരു അനുഭവമാണ്. ലൈഫിൽ തന്നെ ആദ്യമായിട്ടല്ലേ. ഷാജഹാൻ പണിഞ്ഞതാണ് നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി. നമുക്ക് ഷാജഹാന്റെ മുംതാസിന്റെ മണിയറെല്ലാം കണ്ടിട്ട് വരാം. അതാ ഷാജഹാന്റെ മുംതാസിന്റെ മണിയറൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. കാണാം. ഞാനിപ്പോൾ 2 പ്രാവശ്യം വരുന്നതിനകത്ത്. എന്നിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടല്ലേ? ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വ്ലോഗ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനൽ കിടക്കുന്നുണ്ട്. നമ്മുടെ അച്ഛൻ്റെ ചാനലുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തു. ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞോ?
ലിൻസൺ ഇച്ചാൻ എന്നാണ് ചാനലിന്റെ പേര്. AKCTA നമ്മുടെ ഓൾ കേരള കമന്റ് തൊഴിലാളി ഒരു മെയിൻ മെമ്പറാണ് അച്ഛൻ. എന്നാലത് അച്ഛൻ്റെ ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മറക്കാതെ നിങ്ങൾ എല്ലാവരും കയറിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അച്ഛൻ. ഫോട്ടോ എന്ത് പീരങ്കി പീരങ്കി ഒന്ന് കാണാം. ഇതാണ് പീരങ്കി ഇരിക്കുന്നുണ്ടോ? അവിടെ ഭയങ്കര തിരക്ക്. പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ? പീരങ്കി 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 ഇത് എൻട്രി അല്ലേ? ഇതാണ് നമ്മുടെ റെഡ് ഫോർട്ടിന്റെ എൻട്രി. ഇദ്ദേഹം ഞാനും അച്ഛനും കൂടി ഇതേ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാം. ഇവിടെ പീരങ്കിയൊക്കെ ഉണ്ട്. പീരങ്കിയുടെ അടുത്ത് ഞങ്ങൾ രണ്ടുമൂന്ന് പിക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഈ പിക്കെല്ലാം എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തന്നെ മറക്കാതെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. ലൈവ് അപ്ഡേഷൻസ് അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മസ്റ്റായിട്ട് കയറി നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. ഞാൻ അതേ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ലാഹോറി ഗേറ്റ്. ലാഹോറി ഗേറ്റ് അതായത് പാകിസ്ഥാനിലെ ലാഹോറിനോട് അഭിമുഖമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് ആ പേര് കൊടുത്തിരുന്നത്, ഷാജഹാൻ. ഇത് മുകളിൽ കാണുന്ന 7 താഴെക്കൂടങ്ങളുണ്ടാവും. അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. പിന്നെ ഈ ദേശീയ പതാക എപ്പോഴും ഇതിൻ്റെ മുകളിലുണ്ടാവും. ഒരിക്കലും അത് ഊരിയെടുക്കാറില്ല. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ക്രൗഡ് ആയിരിക്കുമല്ലോ പ്രധാനമന്ത്രി വരുമ്പോൾ? ഇവിടെ നാളെ കയറ്റത്തില്ല, നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ടൊന്നും ആരും കയറ്റില്ല? ഇല്ലില്ല, ഫുൾ സെക്യൂരിറ്റി ആയിരിക്കും. അങ്ങോട്ടല്ലേ പോന്നേ? നമ്മൾ ഈ കയറി ചെല്ലുന്നതാണ് ചത്താ ചൗക്ക്. ആ കയറി പോകുന്നല്ലേ? ഈ കയറി പോകുന്ന ഇടനാഴിയാണ് ചത്താ ചൗക്ക് എന്ന് പറയുന്നത്. അതായത് ഈ രാജകൊട്ടാരങ്ങളിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് അവർക്ക് കുറേ എന്താ പറയുക, ഈ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ കടകളും കാര്യങ്ങളുള്ള സ്ഥലമാണ് ചത്താ ചൗക്ക് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ പാകിസ്ഥാനിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മാതൃക സ്വീകരിച്ചിട്ടാണ് ഷാജഹാൻ ഇവിടെ ഈ സംഭവം ആരംഭിച്ചത്. വിദേശികളെല്ലാം വരുമ്പോൾ ഭയങ്കര പർച്ചേസിങ് ആയിരിക്കും. കൊറോണ ആയതുകൊണ്ടൊക്കെ വ്യാപാരമെല്ലാം വിദേശികളൊക്കെ വരത്തില്ലേ? അവരൊക്കെ വരുമ്പോഴത്തേന് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്കൊരു കൗതുകം. ഇവരൊക്കെ ഇത് മസ്റ്റായിട്ടും പർച്ചേസ് ചെയ്യും അവർ. അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു ചൗക്ക് അല്ലേ, ചത്താ ചൗക്ക് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഇത് ഒരു നിലയല്ല, ഇത് എന്താ മേളിൽ 2 ഫ്ലോറാണ്. 2 നിലയാണ്. ഓ, 2 ഫ്ലോറാണ്. 2 നിലയുണ്ട് മേളിലേക്ക്. ആദ്യകാലത്തിൻ്റെ മുകളിലും കടകളുണ്ടായിരുന്നു, പിന്നെ അതെല്ലാം നിർത്തലാക്കി താഴെ മാത്രമേ ഉള്ളൂ. ഇത് ഫാനൊക്കെ കണ്ടു. ഇതൊക്കെ വർക്കാണ് കേട്ടോ. ട്രെയിന്, കാറ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ. നമ്മളത് ഈ ലുക്കൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യക്ക് പുറത്താണ് നിൽക്കുന്ന എന്നൊരു ഫീലിംഗ് അല്ലേ ചേച്ചാ? ആ ഒരു ഫീലിംഗ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇതാണ് നിങ്ങൾ നോക്കിയേ, നമ്മൾ ഷാജഹാന്റെ കൊട്ടാരത്തിലേക്ക് പോകും. ഷാജഹാനും മുംതാസും തകർത്ത് ജീവിച്ചിരുന്ന ആ കൊട്ടാരത്തിലേക്കാണ് ഞാനും അച്ഛനും കൂടി പോകാൻ വേണ്ടി പോകുന്നത്. ആ, ഏതാണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നത്. നല്ല പണി നടക്കുവാന്നൊന്നും അറിയത്തില്ല. ബിൽഡിങ്ങാണിത്. പുതിയതായിട്ട് അവിടെ എന്തോ പണി നടക്കും. അതിന് നമ്മൾ സൗണ്ട് കേട്ടെ. അകത്തൊരു ബിൽഡിംഗ് കൂടെ മാറ്റാൻ വേണ്ടി പോകും. അത് വിസ്റ്റേഷൻ വന്നു കഴിയുമ്പോൾ നമുക്കുള്ള കാണിക്കാനുള്ള മറ്റേ മ്യൂസിയം അല്ലേ, കൂടെ മാറ്റാൻ വേണ്ടി പോകും. മ്യൂസിയം, ഇത് മ്യൂസിയത്തിന്റെ പണി നടക്കുന്ന കേട്ടാ. പുതിയ മ്യൂസിയം അവരെങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ജോധ് അക്ബറിലെ കുറേ സംഭവങ്ങൾ ഷൂട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ജോധ് അക്ബർ മൂവിയിലെ കുറേ അത് അവിടെ എൻ്റെ അകത്ത് നമ്മുടെ ഗൈഡ് നമ്മൾ വിട്ടിട്ട് പോയിട്ടോ. ഞാൻ പറഞ്ഞു പൊക്കോളം പറഞ്ഞൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? നമ്മുടെ ഗൈഡിനെ അച്ഛൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഷൂട്ട് ചെയ്തെല്ലാം കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗൈഡിനെ നമ്മൾ പറഞ്ഞു വിട്ടു. നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളേ ഉള്ളൂ. അച്ഛൻ ഇവിടെ വന്നിട്ടുള്ളതല്ലേ, അന്നേരം നമുക്ക് ആ ഗൈഡൊന്ന് മാക്സിമം പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ അച്ഛൻ ഇതേ നമുക്കും കൂടി വേണ്ടി പറഞ്ഞു തരുക. ഇതാണ് നോബത്ത് ഖാന. ഇതിൻ്റെ അകത്തൊരു സംഭവമുണ്ട്, ഞാനത് കാണിക്കാം. ഇത് ഈ കൊട്ടാരങ്ങളുടെ ഫ്രണ്ടിലൊക്കെ കാണുന്ന ഒരു എൻട്രി പോലെ അല്ലേ? ഇത് വാദ്യ സംഘങ്ങളില്ലേ കൊട്ടാരത്തിലെ?
അവരുടെ ഏരിയ അവിടെ ഏരിയ ആണല്ലേ? ഇവിടെ ഇരുന്നാണ് സംഭവം ചെയ്യുന്നത്. നേരെ രാജാവ് അവർ അവിടെ ഇരുന്ന് കേൾക്കും. ഷാജഹാൻ അവിടെ ഇരുന്ന് കേൾക്കും. ഇവിടെ ഇരുന്ന് വായിക്കുമ്പോൾ അങ്ങ് വരെ കേൾക്കൂലേ? അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ ഒരു വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നീ ഈ മൂലയ്ക്ക് എന്നിട്ട് ഇവിടെ നിന്ന് ചെവി പുറത്തു നിന്ന് ഇവിടെ ഇനി ഞാൻ ഈ മൂലയ്ക്ക് പറയുമ്പോൾ നിനക്ക് കേൾക്കാൻ പറ്റും. എന്റെ ക്യാമറ നോക്കട്ടെ. ശരി, ഈ മൂലയ്ക്ക് വെക്കണം. ഓക്കെ. കേൾക്കുന്നുണ്ട്. ഒന്നും കൂടി പറഞ്ഞേ. കേൾക്കുന്നുണ്ട്. അതാണ് സംഭവം. അച്ഛൻ ആ മൂലയ്ക്ക് നിന്നിട്ടാണ് പറഞ്ഞത്. ആ മൂലയ്ക്ക് ഉണ്ടാ ഞാൻ ഈ മൂലയ്ക്ക് ഇവിടെ നിന്നൊരു ചെവി വെക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എന്തോ പറയുന്നത് അത് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. അതാ എല്ലാ മൂലയ്ക്കും അങ്ങനെ പറ്റൂലേ? ഈ മൂല നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ഭയങ്കര സൗണ്ടിൽ കേൾക്കുന്നത്. എന്തൊക്കെ കണ്ടുപിടുത്തില്ല. എത്ര വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളയാ ഇല്ലേ? എത്ര വർഷങ്ങൾക്ക് മുമ്പേ അവർ കണ്ടുപിടിച്ചു ഇതൊക്കെ. ആ മൂലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ മൂലയ്ക്ക് നമുക്ക് കേൾക്കാം. അന്നേരം ആ കാലഘട്ടത്തിൽ സംഗീത കച്ചേരികളല്ലേ, ആ കച്ചേരികൾക്ക് ആൾക്കാർ ഇവിടെ ഇരുന്നാണ് വായിച്ചുകൊണ്ടിരുന്നത്. സംഗീത ഉപകരണങ്ങളൊക്കെ അവർ വായിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഷാജഹാനും ബാക്കിയുള്ളവരെല്ലാം എന്തേ അവിടെ ഇരുന്നിട്ടാണ് ഇതെല്ലാം കേൾക്കുന്നത്. എന്നാലും ചെന്തു ഇവിടുന്ന് എന്തും വേണ്ടി ദൂരമുണ്ട്. നിങ്ങൾ നോക്കിയേ, കണ്ട ഇത്ര ലോങ്ങി ഇരുന്നിട്ട് ഇവർക്കിത് കേൾക്കാൻ കഴിയുന്നു. സമ്മതിക്കണം ഇതൊക്കെ കണ്ടുപിടിച്ചിരുന്നില്ലേ? നമ്മൾ നേരത്തെ നിന്നില്ല, ഇതേ അങ്ങാണ് നിൽക്കുന്നത്. ഇത് ഇവിടെ നമുക്ക് അകത്തോട്ട് എൻട്രി ഇല്ല, കൊറോണ ആയതുകൊണ്ട്. ഇതേ അതിനകത്ത് വൈറ്റ് കളർ സംഭവം നിങ്ങൾ കാണുന്നുണ്ട്. അവിടെയാണ് രാജാവ് വന്നിരിക്കുന്നത്. അന്നേരം അവിടെ ആണെങ്കിൽ ഇവർ സംഗീത കച്ചേരി നടത്തും. അന്നേരം രാജാവ് ഇത് ഇവിടെ ഇരുന്ന് കേൾക്കും. ഇത് ഈ കാണുന്നതാണ് മുംതാസ് മഹൽ. നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിയുടെ മുംതാസ് ഇല്ലേ? നമ്മൾ പ്രേമിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പ്രേമിക്കുന്നവരല്ല, ഈ ഒരു ഇന്ത്യക്കാർക്ക് ഷാജഹാനെ മുംതാസിനെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഇത് അന്നേരം നമ്മുടെ ആ കഥയിലെ മുംതാസ് താമസിച്ച സ്ഥലമാണിത് നമ്മളിപ്പോൾ കാണുന്നത്. അവരുടെ മണിയറ ഇവിടെയാണ്. ഷാജഹാൻ്റെ മുംതാസിൻ്റെ മണിയറയും ഇതിനകത്താണ്. പിന്നെ മുംതാസ് മഹൽ എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം വരുമ്പോണ്ടല്ലോ ഇത് നല്ല ഇവിടുത്തെ കുറേ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവരാണെങ്കിൽ ഒന്നും കൂടി വരയ്ക്കാൻ വേണ്ടിയിട്ട് അവരിത് വൈറ്റ് വാഷ് കളിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഇതാണ് മണിയറയില്ലേ? ഈ കാണുന്നത് ഇതാണ് മുംതാസ് താമസിച്ചിരുന്ന മുംതാസിൻ്റെ മണിയറ. നമ്മൾ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഷാജഹാൻ്റെ മുംതാസിൻ്റെ മണിയറ. വെട്ടമൊക്കെ കയറാൻ വേണ്ടി ആ ജനൽ വെക്കുന്നല്ലേ? അല്ല അടിപൊളി തണുപ്പ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. അല്ല അടിപൊളി തണുപ്പ് ഇവിടെ നിൽക്കുമ്പോൾ. എന്ത് വ്യൂ ആണെന്ന് ഇവിടെ. ക്യാമറ നോക്കുന്ന ഞാനിപ്പോൾ പറഞ്ഞു വീണാനെ. ഇത് മുംതാസിൻ്റെ മണിയറ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. നമ്മൾ ചരിത്രങ്ങളിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ചേ, ലോക പ്രശസ്തമായ ഷാജഹാനും മുംതാസും താമസിച്ച മണിയറ. എന്ത് ഇത് കണ്ട? ഇത് ജനലേട്ടാ. പണ്ട് കാലങ്ങളിൽ ഫാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നേരം എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അവർ ചെയ്തേക്കുന്നതാണ് ഇത്രയും വലിയ ജനൽ. നല്ല എക്കോ ഇവിടെ നിൽക്കുമ്പോൾ. പുസ്തകങ്ങളിലും സിനിമയിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിൽ മാത്രം കണ്ടിട്ടുള്ള മുംതാസ് മഹൽ അങ്ങനെ നേരിട്ട് ഒന്ന് കാണാൻ പറ്റി എനിക്ക്. അതിനെ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് ഗോഡ്. ഷാജഹാൻ ചക്രവർത്തി വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ ഇവിടൊക്കെ വന്നിട്ടാണ്
സമയം ചെലവഴിച്ചിരുന്നത്. ഇവിടെ പിന്നെ ഇത് വേറെ സംഭവമുണ്ട്, ഞാൻ അത് പരിചയപ്പെടുത്തി തരാവേ. ഇത് കണ്ട ഈ ഒരു പൂവ് വരച്ചൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇത് മാർബിളോ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് നമ്മുടെ ഇലകളില്ലേ, ഇലയുടെ ചാറുകൾ കൊണ്ടിട്ട് അവർ വരച്ചേക്കുന്ന ഒരു പിക്ചറാണിത്. കണ്ട, ഇത് പക്ഷേ പോവില്ല. ഇത് കണ്ട, ഇതൊരിക്കലും നശിക്കത്തില്ല. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇത് അപ്പുറത്തുമുണ്ട്. ഇവിടെ എല്ലാം അങ്ങനത്തെ കുറേ ചിത്രങ്ങളുണ്ട്. അതാണ് ഇതൊന്നും നശിക്കാത്തത്. ഞാൻ കാണുന്നതാണ് മോത്തി മസ്ജിദ്. അപ്പോൾ ഷാജഹാൻ ചക്രവർത്തി മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതിനകത്തായിരുന്നു. നിസ്കാരം കാര്യങ്ങളെല്ലാം അതിലായിരുന്നു. ഇത് പിന്നെ അവരുടെ കുളിമുറിയാണ്. നമുക്ക് അകത്തോട്ട് എൻട്രി ഇല്ല. ഈ കൊറോണ സീനൊക്കെ ആയതുകൊണ്ട് അകത്തോട്ട് എൻട്രി ഇല്ല. അവരുടെ കുളിമുറിയാണ്. ഒന്ന് ആലോചിച്ചു, ഇത്രയും വലിയ കുളിമുറി. അത് നിങ്ങളൊന്ന് ചിന്തിക്കണം. വർഷങ്ങൾക്ക് മുമ്പാണ് ഇതെല്ലാം പണിഞ്ഞിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മസ്ജിദ്, ഷാജഹാൻ ചക്രവർത്തി മോത്തി മസ്ജിദ്. ഷാജഹാൻ ചക്രവർത്തി അവരുടെ കുടുംബാംഗങ്ങൾക്കും നിസ്കരിക്കാനൊക്കെ ഉള്ള പ്രാർത്ഥനാ സ്ഥലം. നമ്മുടെ അവസാനത്തെ മുഗൾ ഭരണാധികാരിയുണ്ടല്ലോ, നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനെ കൊന്നിട്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ പിടിച്ചെടുക്കുമ്പോൾ അവരുടെ പട്ടാൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂന്തോട്ടത്തിലെ കുറേ ഭാഗങ്ങൾ നശിപ്പിച്ചിട്ട് അവർ ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം പണിതിട്ടേക്കുന്നത്. ആ ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് മ്യൂസിയം ഉള്ളത്. ആ മ്യൂസിയത്തിനുള്ള പാസ് നമ്മുടെ കയ്യിലുണ്ട്. കയറാൻ പറ്റും, കയറാൻ പറ്റും. നമുക്ക് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഇതാണ് ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അവർ പണിഞ്ഞ, അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവർ പണിഞ്ഞു കൊടുത്തതാണ് ഈ ബിൽഡിംഗ്. ഇന്ത്യ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഏതാണ് മ്യൂസിയം. നമുക്ക് അന്നേരം മ്യൂസിയത്തിൻ്റെ അകത്തേക്കൊന്ന് കയറാം. ഒന്ന് ആലോചിച്ചോ, വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് പട്ടാളക്കാർ നമ്മുടെ ചക്രവർത്തിമാരെയൊക്കെ കൊന്നിട്ട് പിടിച്ചടക്കി അവരുടെ പൂന്തോട്ടം പകുതി നശിപ്പിച്ചിട്ട് അവരുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് നമ്മൾ കാണാൻ പോകുന്ന മ്യൂസിയത്തിനകത്തുണ്ടല്ലോ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമല്ലേ, അതിനോട് ബന്ധപ്പെട്ട കുറേ ചിത്രങ്ങളും രാജഭവൻ ഉപയോഗിച്ചിരുന്ന വാള്, പിന്നെ അവർക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തന്നെ അതെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഇത് 1857 നമുക്ക് സമരം നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഇതാണ്. നമ്മൾ പാകിസ്ഥാൻ വീട് മുറിച്ചിട്ട് കേട്ടോ സംഭവം. ഇന്ത്യയുടെ വിസ്തൃതി കിട്ടി. ഇത് ഏറ്റവും താഴെ വന്നാൽ നമ്മുടെ ട്രാവൻകൂർ കാണാൻ പറ്റും. ട്രാവൻകൂർ ഇതണ്ട, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂപടം ഇന്ത്യയുടെ കീറ് മുറിക്കാത്ത ഇത്ര വലുതായിരുന്നില്ല നമ്മുടെ രാജ്യം. ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫർ ഇദ്ദേഹം ലാസ്റ്റത്തെ നമ്മുടെ രാജാവ്, അവസാനത്തെ രാജാവ്. ഇത് നാനാ സാഹിബ്. നാനാ സാഹിബ് റാണി ലക്ഷ്മിബായി. നമ്മൾ പഠിച്ചിട്ടില്ലേ ഝാൻസി റാണി? ഝാൻസി റാണി. അവരാണ് റാണി ലക്ഷ്മിബായി. ഝാൻസി റാണിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. പേര് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് ഫോട്ടോയിൽ കാണുന്നത്. ഇത് റാണി ലക്ഷ്മി ബായ്. ഇത് ബേഗം ഹസ്രത്ത് മഹൽ. പുള്ളിക്കാരത്തി ഇതുപോലെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു മരിച്ചൊരു വ്യക്തിയാണ്. ഇവിടെ എത്രയൊക്കെയുള്ളൂ? നമുക്ക് മുകളിലേക്കോ? ആള് നാനാ സാഹിബ് എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ വാളാണ്. ഇത് നമ്മളിപ്പോൾ കണ്ട നാനാ സാഹിബിൻ്റെ വാള്. ചൂരിലാണോ അല്ലേ? ചൂരില്ല. ചൂരില്ല. ഇത് പണ്ട് കാലത്ത് അമ്പും വില്ലും അന്നവർ യൂസ് ചെയ്ത ബഹദൂർ ഷാ ഫോൺ. മറ്റേ ഇത് എന്തോ ഇതാണ് സംഭവം. ന്യൂസ് പേപ്പർ കണ്ടാ 1857.
നമ്മുടെ കേരളത്തിൽ വേറെ ഇല്ലല്ലോ. കേരളം ഒന്നും ഇല്ലല്ലേ ഇന്ന്? തഞ്ചാവൂർ കാണിക്കുന്നത്, തമിഴ്നാട്ടിൽ ഹൈദരാബാദ്, ഹൈദരാബാദ്, നാഗ്പൂർ, ഉദയ്പൂരൊക്കെ ഉണ്ട്. നമ്മുടെ കേരളം അതിനകത്തില്ല അന്നത്തെ മാപ്പിൽ. പെഷവാ അന്ന് മുംബൈക്ക് പറയാറുണ്ടോ പെഷവാ. ബഹദൂർ ഷായുടെ വാള് അടുത്തത്. എന്തൊരു കല്ലിരിക്കുന്നല്ലോ, എന്തൊരു പാറക്കല്ല് ഉരുട്ടി അവിടെ ഇരിക്കുന്നത്, എന്തുവാ നോക്കട്ടെ. കനോർ ബാൾസ് ഫോം നിയർ കാശ്മീരി ഗേറ്റ്. ബഹദൂർ ഷായുടെ ഗൗൺ, ദ ഗൗൺ ഓഫ് ബഹദൂർ ഷാ. ബഹദൂർ ഷായുടെ ഗൗണാണ് കേട്ടോ അന്ന് യൂസ് ചെയ്തത്. അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന തോക്ക്, കത്തി, മലപ്പുറം കത്തി, കടാര. നീ ഗണ്ണ് കണ്ടല്ലോ, ഗണ്ണ്. വെറൈറ്റി തോക്കുകളും ടൂൾസൊക്കെ. അതെ ഇത് കണ്ട ഒന്ന് മഴുവ കൊടാലി കൊടാലി. ₹10 അല്ലേ? 30 രൂപ. നമ്മൾ ഇത് ഫിൽട്ടർ ആയിട്ട് വരുമോ പുക? കൂളിങ് सिगरेट पीने का वाटर फिल्टर पे ഗ്ലാസ് 30 രൂപ. ആ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ ഒരു 3-4 കിലോമീറ്റർ ഞാൻ വെച്ചാലും കൂടി ചുറ്റിനും നടന്ന് കറങ്ങിയത്. ലാസ്റ്റ് ഞങ്ങൾ കുഴഞ്ഞത്. ഒരു ഉപ്പ് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചോണ്ട് ഞങ്ങളുടെ ബൈക്ക് നമ്മൾ ആദ്യം കണ്ട പള്ളിയില്ലേ അവിടെ ഇരിക്കുന്ന ബൈക്കിന് ബൈക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിലേക്ക് പോകും. അത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും ഇവിടെ വെച്ച് വേണ്ടിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ തുറക്കണം, അടിച്ചങ്ങ് പൊട്ടിച്ചേരാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ഉനൈസ് അഷ്റഫ്.